Super! In Shape Abdominal Binder. Get in shape. Shape your confidence. ഗുഡ് മോർണിംഗ് കേരളം. ഇനി അതിഥി വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. നാളെ പാലക്കാട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആരംഭിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കലയുടെ കൗമാരത്തിൻ്റെ വിശേഷങ്ങളാണ്. നൃത്ത ഇനങ്ങൾ തന്നെയാണ് യുവജനോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അത് കാണാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് പ്രേക്ഷകർ പാലക്കാടേക്ക് എത്താനും പോകുന്നത്. ഏതായാലും ഈ സമയത്ത് നൃത്തത്തെ പറ്റി കൂടുതൽ സംസാരിക്കാനുള്ള ഒരു അതിഥി തന്നെയാണ് ഇന്ന് നമ്മളോടൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിൽ ചേരുന്നത്. ശ്രീമതി കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ. മോഹിനിയാട്ട രംഗത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായ ടീച്ചർമാരിൽ ഒരാൾ കൂടിയാണ് ശ്രീമതി കലാമണ്ഡലം ലീലാമ്മ ടീച്ചർ. നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. മോഹിനിയാട്ടം വളരെയധികം ഓഡിയൻസിനെ അവരുടെ മനസ്സിനെയാണ് ആദ്യം അത് ടച്ച് ചെയ്യുക. അങ്ങനെയുള്ള ഒരു നൃത്തരൂപമാണ് മറ്റൊരു നൃത്തരൂപങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട്. അപ്പോൾ ആ മേഖലയിലുള്ള സംഭാവനകൾ, കലാമണ്ഡലത്തിൽ നിന്നും തുടക്കം, അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം ഈ ഒരു സമയം ആ നൃത്തത്തിൻ്റെ സവിശേഷതകളെ പറ്റി, ആ നൃത്തത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന യുവജനോത്സവം ആരംഭിക്കുകയാണ്. കലാമണ്ഡലത്തിലെ ആദ്യ നാളുകളെ പറ്റി തന്നെ ആദ്യം. കലാമണ്ഡലത്തിലെ ആദ്യ നാളുകളിലൊക്കെ കലാമണ്ഡലം ആദ്യം തുടങ്ങിയത് കഥകളി ആണ്, കൂടിയാട്ടം. ആ സമയത്താണ് മഹാകവി വള്ളത്തോളിന് മോഹിനിയാട്ടം കൂടി തുടങ്ങാം എന്നുള്ളത്. കാരണം ആ സമയത്ത് മോഹിനിയാട്ടം അധപതിച്ചിട്ട് ഒരു ഇല്ലായ്മയുടെ ഒരു വക്കത്തെത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു പഠിക്കാനൊരു കുട്ടിയെയും ഒരു അധ്യാപികയെയും അന്വേഷിക്കുകയും കുറേ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഒരാളെ കിട്ടുകയും അവിടം തൊട്ടിങ്ങോട്ട് മോഹിനിയാട്ടം അഭ്യസിപ്പിച്ച് വരികയും ചെയ്യുന്നു. ആദ്യകാലങ്ങളിലൊക്കെ വളരെ കുറച്ച് ഐറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലൊരു ചിട്ടയായിട്ടുള്ളൊരു പഠന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭരതനാട്യമായിരുന്നു മെയിനായിട്ട് പഠിപ്പിച്ചിരുന്നത്. 3-4 ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ ഞാനൊക്കെ പഠിക്കുമ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കലാമണ്ഡലം സത്യഭാമ ടീച്ചർ കൂടിയാണ് ഇന്ന് കാണുന്ന ഈ ഒരു മോഹിനിയാട്ടത്തിൻ്റെ വളർച്ച ഉണ്ടായിരിക്കുന്നത്. സത്യഭാമ ടീച്ചറിനെ ആ കാലത്ത് സഹായിക്കാനായിട്ട് കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട്, കലാമണ്ഡലം പത്മനാഭൻ നായർ, പിന്നെ രാമസ്വാമി മാഷ് മൃദംഗം, NK വാസുദേവ് പണിക്കർ, നീളയത് മാഷ്, പിന്നെ കൂടിയാട്ടത്തിൽ തന്നെ മരിച്ചുപോയ രാമചാക്യാരാശാൻ, ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു അധ്വാനം ഉണ്ടായിരുന്നു. സംസ്കൃതത്തിൻ്റെ അർത്ഥത്തിനാണേലും മുദ്രകളുടെ ആണേലും ഏതിൻ്റെ ആണേലും എല്ലാത്തിനും കൂടി ഒരു കൂട്ടായി ഇരുന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഓരോന്നും നല്ല നല്ല ഒരു വെയിറ്റോട് കൂടി തന്നെ ഉണ്ടാക്കിയ ഐറ്റംസാണ് അന്നുണ്ടായിരുന്നതെന്ന് വെച്ചാൽ തുടക്കം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും ആദ്യമായിട്ട് സത്യഭാമ ടീച്ചർ ചിട്ടപ്പെടുത്തിയത് തോടി വർണ്ണമാണ്, വർണ്ണങ്ങളിൽ വെച്ച്. കാരണം വർണ്ണത്തിനന്ന് കൃത്യമായിട്ടൊരു ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാതിരുനാളിൻ്റെ തന്നെ യദുകുല കാമ്പോജിയിൽ സ്വാമി നിന്നെ നമ്യത എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർണ്ണമാണ്. പക്ഷെ അതിന് ഒരു വർണ്ണത്തിൻ്റെ ഒരു ചട്ടക്കൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വർണ്ണമാണ് ആദ്യമായിട്ട് മോഹിനിയാട്ടത്തിൽ ചിട്ടപ്പെടുത്തിയത്. ആ വർണ്ണത്തിന് തന്നെയാണ് വർണ്ണത്തിൻ്റെ ഒരു ചിട്ട വന്നിരിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ പദങ്ങളായിട്ടും ചൊൽക്കെട്ടുകളായിട്ടും ജതിസ്വരങ്ങളായിട്ടും തില്ലാനകളായിട്ടും മോഹിനിയാട്ടം തന്നെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പാകത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് ഉണ്ടായത്. ആദ്യകാലങ്ങളിലുള്ള കുട്ടികളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? കാരണം കലാമണ്ഡലത്തിൽ കൂടുതലും ആ സമയത്ത് ടീച്ചർ പറഞ്ഞതുപോലെ ഭരതനാട്യം അഭ്യസിക്കാനാണ് കുട്ടികൾ എത്തിക്കൊണ്ടിരുന്നത്. അത് തന്നെ വളരെ കുറവായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യകാലങ്ങളിലുണ്ടായിരുന്നത്. കളരിയിലെ ചിട്ടകൾ, സാധകം, അതൊക്കെ എത്രത്തോളം ഈ കലയെ പരിപോഷിപ്പിക്കാനുള്ള ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്? ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സാധകം എന്ന് പറയുന്നത് 4:30 എണീക്കണം. 4:30 എണീക്കല്ല, അതിന് മുമ്പ് എണീക്കണം. 4:30 സാധകം തുടങ്ങും. ആദ്യം ഞങ്ങൾക്ക് തുടങ്ങിയിരുന്ന സംഗീത ക്ലാസ്സാണ്, സംഗീതത്തിൻ്റെ സാധകം. പിന്നെ അത് കഴിഞ്ഞ് ബോഡി എക്സസൈസ്, മെയ് സാധകം എന്ന് പറയും. അന്ന് പിന്നെ 8:30 പിന്നെ ഹോസ്റ്റൽ താമസിച്ചിരുന്ന കുറച്ച് ദൂരെയായിരുന്നു. അവിടുന്ന് പഴയ കലാമണ്ഡലം എന്ന് പറയും. ഇന്ന് പഴയ കലാമണ്ഡലം നിള ക്യാമ്പസ് എന്നാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ ഇന്ന് PG സെക്ഷനായിട്ട് മാറിയിട്ടുണ്ട്. അവിടെയായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. അത് 8:30 ക്ലാസ് തുടങ്ങുക. 8:30 തൊട്ട് 12 വരെ ക്ലാസ് ഉണ്ടാവും. തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കുക, വീണ്ടും ഒരു 2 മണിയാകുമ്പം പോവുക, 2:30 വീണ്ടും ക്ലാസ് തുടങ്ങുക. അവിടെ തന്നെ അഭ്യാസം 5 മണി വരെ. കൂടുതലും ഈ പറഞ്ഞ പോലെ ഭരതനാട്യമായിരുന്നു. മോഹിനിയാട്ടം അന്ന് ചൊൽക്കെട്ട് ഒരു ജതിസ്വരമൊക്കെ തന്നെ പഠിപ്പിച്ചിരുന്നുള്ളൂ. പിന്നെ ആഴ്ച 2 ദിവസം തിയറി ക്ലാസ് ഉണ്ടായിരുന്നു.
പിന്നെ അവിടുന്ന് വന്ന് കുളി കഴിഞ്ഞു. പിന്നെ വീണ്ടും 6 മണിക്ക് സംഗീത ക്ലാസ്സാണ്. സംഗീതം കഴിഞ്ഞാൽ പിന്നെ കണ്ണുസാധകം. അങ്ങനെ രാത്രി മുഴുവൻ ഒരു 9 മണി വരെ എന്ന് പറഞ്ഞ പോലെ ക്ലാസ് തന്നെ ഉണ്ടാവും. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു ഗുരുകുല സമ്പ്രദായം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ആ ഗുരുമുഖത്ത് നിന്ന് കാര്യങ്ങൾ കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു പഠന രീതിയാണ്. നമ്മൾ ഇന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ വളരെയധികം മാറിയിട്ടുണ്ട്. ടീച്ചർക്ക് തന്നെ അത് ഇത്രയും നാളത്തെ ഒരു കാരിയറിന്റെ ഇടയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. പല യാത്രകളിൽ പല ആസ്വാദകരിൽ നിന്ന് അതിന്റെ വളർച്ച എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഒരുപക്ഷെ യുവതലമുറയിലൂടെ തന്നെയാണ് ഈ കല ഇന്ന് മുന്നേറേണ്ടത്. പക്ഷേ അവരെത്രത്തോളം ഒരു എഫേർട്ട് ഇതിനെടുക്കുന്നുണ്ട്? അന്നത്തെ ഒരു സൗകര്യം വെച്ച് നോക്കുക. അന്ന് ഞങ്ങൾക്ക് ഒരു TV-യുടെ സൗകര്യമില്ല, ഒരു പാട്ട് കേൾക്കാനുള്ള സൗകര്യമില്ല, ഒരു നല്ല പ്രോഗ്രാം കാണാനുള്ള അവസരം ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് കുട്ടികൾക്ക് അത് കാണാനും അത് കേൾക്കാനും അവർക്കത് ഓരോന്ന് ചെയ്യാനുമുള്ള അവസരങ്ങളും ഉണ്ട്, ചെയ്യാൻ അറിയുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ടികളെക്കാളും കഴിവ് ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. പക്ഷെ അവരത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് സംശയം. ഇപ്പോൾ യുവജനോത്സവ വേദികളാണ് കൂടുതലായും കുട്ടികളെ നമ്മൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു യുവത്വത്തെ നമ്മൾ കാണുന്നത് ഇത്തരം വേദികളിൽ തന്നെയാണ്. അത് സ്കൂൾ ലെവലിലാണെങ്കിലും കോളേജ് ലെവലിലാണെങ്കിലും. പക്ഷെ അവർക്ക് അത് അവതരിപ്പിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ്. ആ 10 മിനിറ്റ് നേരത്തേക്ക് വേണ്ടി മാത്രമാണ് അവരത് പഠിക്കുന്നത്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു വർണ്ണമാണ് അവർ ചെയ്യുന്നതെങ്കിൽ ആ വർണ്ണത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് അതിനെപ്പറ്റി പറയാനുണ്ടാവില്ല. അപ്പം ആ ഒരു നില എന്ന് പറയുന്നത് അത് ഈ മേഖലയെ എങ്ങനെ ബാധിക്കും? ഒരു കണക്കിന് നല്ലതും ഒരു കണക്കിന് അത് ദോഷമാണ്. കാരണം ഇന്ന് ഒരു പക്ഷേ യൂത്ത് ഫെസ്റ്റിവൽ ഇല്ല എന്നൊരു ഈ മോഹിനിയാട്ടമൊന്നും ആരും പഠിക്കുന്നുണ്ടാവില്ല. എന്നാൽ ഇതൊക്കെ മോഹിനിയാട്ടം പോലെയുള്ള കലകൾ, ഭരതനാട്യം ആയാലും കഥകളി ആയാലും കൂടിയാട്ടം ആയാലും ഏതൊന്നും ഈ കുട്ടികൾ ആരും അഭ്യസിക്കില്ല. പേരൻസിന് ഒട്ട് താല്പര്യം ഉണ്ടാവില്ല. കാരണം പഠിത്തത്തിലും മാത്രം ഇപ്പം ഊന്നൽ കൊടുത്തിട്ടുള്ളൊരു കാലഘട്ടമാണല്ലോ ഇത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കല ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് അവർ പഠിക്കാൻ വേണ്ടി, സമ്മാനത്തിന് വേണ്ടി മാത്രം പഠിക്കുന്നുണ്ട്. അത് ഒരു കണക്കിന് നല്ലത്, ഒരു കണക്കിന് അത് വളരെ ദോഷമാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഒന്നും അറിയാതെ കുട്ടികൾ പഠിച്ചു വന്നാൽ അതിൻ്റെ തിയറി അറിയില്ല, മുദ്ര അറിയത്തില്ല, ഏത് സാഹിത്യത്തിന് ഏത് അഭിനയമാണ് വരേണ്ടത്. ശൃംഗാരം തന്നെ പല വിധത്തിലുള്ള അഭിനയങ്ങളുണ്ട്. ഇതിൽ ഏത് അഭിനയമാണ് ഇന്ന സാഹിത്യത്തിന് വരേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏത് വിധത്തിലുള്ള ശൃംഗാരമാണ് പ്രകടിപ്പിക്കേണ്ടത്, അതൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. എന്നാൽ ഈ കുട്ടികൾക്ക് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് താനും. അവരെ നന്നായിട്ട് താല്പര്യത്തോടു കൂടി പഠിച്ചു വന്നാൽ വളരെ നല്ലതാണ്. ഒരുപക്ഷെ ഈ പഠിക്കുന്നതിനിടയിൽ അവർക്ക് എന്തെങ്കിലും ഒരു താല്പര്യം വന്ന് അതിലേക്ക് മാറിപ്പോയെങ്കിൽ നന്നായി. അതെ, വളരെ നന്നായി. അങ്ങനെ അപൂർവം ചിലരുണ്ട്, ഇല്ലാതെ ഇല്ല. പലപ്പോഴും ഗുരുനാഥൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലരും ഈ കുട്ടികളുടെ ഒരു എളുപ്പത്തിന് വേണ്ടി അവർക്ക് ഈ ഫണ്ടമെന്റൽസിന്റെ ഒരു ക്ലാസ്, ഇപ്പോൾ ഒരു യുവജനോത്സവം ജനുവരി നാളെ മുതൽ നടക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് അവർ തുടങ്ങുന്നത് അവരുടെ വെക്കേഷൻ സമയത്താണ്. അപ്പോൾ ഒരു 5 ക്ലാസ് 6 ക്ലാസ് മാത്രം ഒരു അടവുകൾ പഠിപ്പിക്കാൻ, അതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് മാത്രം പഠിപ്പിക്കാൻ, അതുപോലും അവർക്കൊരു താളം പറഞ്ഞുകൊണ്ടോ അടവ് ചൊല്ല് പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. 1 2 3 4 പറഞ്ഞാണ് പറഞ്ഞിട്ട് പാട്ടുണ്ടാവില്ല, പിന്നെ മുദ്രയുടെ അർത്ഥം ഉണ്ടാവില്ല. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഇതെന്താ കുട്ടി, എന്താ ചെയ്യുന്നത് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവർക്ക് അത് പറയാൻ അറിയണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭം കൂടിയായത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ തന്നെ 1-2 ഈ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലിന് പഠിപ്പിക്കേണ്ട ഇട വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് തൃപ്തിയായിട്ടില്ല. കാരണം നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, കാണാനും ബോഡി ഷേപ്പാണെങ്കിലും എല്ലാം മോഹിനിയാട്ടത്തിന് പറ്റിയൊരു ശരീരം കൂടിയാണ്. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് പറഞ്ഞു കൊടുത്ത ആ കുട്ടി വളരെ നന്നായിട്ട് ചെയ്യുന്ന എനിക്കും നല്ല ബോധ്യമുണ്ട്. പക്ഷേ അവർക്ക് അതിന് സമയമില്ല. ഒരു 1-2 ക്ലാസ്സാണ് അവർക്ക് മാക്സിമം 10 മിനിറ്റ് പഠിച്ചു പോകാൻ. എന്നാൽ ആ 10 മിനിറ്റ് കൊണ്ട് പഠിച്ചു പോകുന്ന അവർ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഒന്നും അവർക്ക് അറിയത്തില്ല എന്നു വരിയിലും എങ്ങനെയൊക്കെയോ അത് ഒപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല. മോഹിനിയാട്ടം ആളുകളിലേക്ക് ഹൃദ്യമായി എത്തിക്കാനുള്ള, അല്ലെങ്കിൽ എത്തിയതിൻ്റെ ഒരു പ്രധാന റീസൺ അതിൻ്റെ സ്ഥായീഭാവം തന്നെയാണ്, അതിൻ്റെ ലാസ്യഭാവം. ഏതൊരു തിരക്ക് പിടിച്ച അവസ്ഥയിൽ നമ്മൾ വരികയാണെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് വളരെ ആസ്വാദനമായിട്ടുള്ളൊരു മൈൻഡോട് കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കല കൂടിയാണ്. അതിൻ്റെ പദങ്ങളുടെ ലാളിത്യമാണെങ്കിലും അതിൻ്റെ താളങ്ങൾ ഉപയോഗിക്കുന്ന രാഗമാണെങ്കിലും ഒക്കെ അത് പ്രേക്ഷകരിലേക്ക് എത്രത്തോളം ഞാനത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രം പറയല്ല. ഇന്നത്തെ കാലഘട്ടത്തിന് മോഹിനിയാട്ടമാണ് ഏറ്റവും നമ്മുടെ മനസ്സിനെ ഒന്ന് സൗമ്യപ്പെടുത്താനും ഒന്ന് ആശ്വസിപ്പിക്കാനും
എല്ലാത്തിനും പറ്റിയ ഒരു കലാരൂപമാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ല. ഇന്നിപ്പോൾ എല്ലാം ഒരു അടിച്ചുപൊളിയുടെ ഒരു കാലമാണല്ലോ. അന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുമ്പം ആസ്വാദകർക്ക് എത്ര കണ്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലയോ അതിൻ്റെ ഇരട്ടി, അതിൻ്റെ 100 ഇരട്ടി നമ്മൾ അന്യനാടുകളിൽ പോയി ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള റിയാക്ഷൻ വളരെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ 2 സ്ഥലങ്ങളിലുള്ള പഠിക്കാൻ വരുന്ന കുട്ടികളും അത് അവർക്ക് ഒരു മിനിറ്റ് പോലും കളയാനില്ല. മുദ്ര എങ്ങനെ എത്ര പിടിച്ചാലും അവർക്ക് അതിന് ഒരു തൃപ്തി അവർക്ക് തന്നെ ഇല്ല. എങ്ങോട്ട് ഒലയണം, എങ്ങോട്ട് കണ്ണു വരണം, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെയുള്ളവർക്ക് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാൽ വളരെ വ്യത്യാസമുണ്ട്. പണ്ടത്തെ കാലത്ത് ഉറക്കം വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതല്ല, മോഹിനിയാട്ടം നന്നായിട്ട് ചെയ്തു വരുന്നവരുണ്ട്, നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നവരുമുണ്ട്. പിന്നെ കഥകളിയുമായുള്ള ചില സാമ്യങ്ങൾ അതും ഒരുപക്ഷെ ആസ്വാദകരെ മുമ്പെയൊക്കെ മാറ്റി നിർത്തിയിരുന്നു. കഥകളി മനസ്സിലാവാത്ത ഒരു കലയായിട്ടാണ് എപ്പോഴും പറഞ്ഞു പോന്നിരുന്നത്. അപ്പം മോഹിനിയാട്ടത്തിനും ആ ഒരു ചായവുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് അല്ലെ നിർത്താതെ. കാരണം ഇത് സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ഒരു കലയാണല്ലോ. സ്ത്രീകളുടെ ശരീരഘടനയ്ക്ക് മാത്രം അനുയോജ്യമായിട്ടുള്ളൊരു നൃത്തരൂപമാണിത്. ഭരതനാട്യം ആയിക്കോട്ടെ, മറ്റ് ഏത് കലാരൂപം ആയിക്കോട്ടെ, അത് പുരുഷന്മാരും കൂടി ചെയ്യാറുണ്ട്. ഇത് പുരുഷന്മാർ ചെയ്താൽ എത്രയായാലും അതിൻ്റെ വ്യത്യാസം വേറെയാണ്. എങ്ങനെയായാലും നമുക്കറിയാം അതൊരു പുരുഷനാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയാം. പിന്നെ പഠിപ്പിക്കാം. എന്നല്ല, ഒരു സ്ത്രീക്ക് അനുയോജ്യമായിട്ടുള്ള ലാസ്യ ഭംഗി കലർന്നിട്ടുള്ള ഒരു നൃത്തരൂപമാണ് മോഹിനിയാട്ടം. അതതിൻ്റെ ചലനങ്ങളിലാണേലും അതിൻ്റെ വേഷത്തിലായാലും സൗന്ദര്യത്തിലായാലും അതിൻ്റെ ഘടന കിടക്കുന്നത് മുഴുവൻ അങ്ങനെയാണ്. നമ്മളുടെ കേരളീയ ശൈലിയിലുള്ള എല്ലാ നമ്മുടെ സ്വഭാവം വരെ അതിലെടുത്ത് കാണിക്കുന്നുണ്ട്. അതിലെ ഏത് ഇപ്പം നവരസത്തിലെ ഏത് ഭാവങ്ങൾ നമ്മളതിൽ പ്രകടിപ്പിക്കുകയാണെങ്കിലും അതിലൊക്കെ ആ ഒരു താളാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലാസ്യഭാവത്തിൻ്റെ ഒരു ബേസ് ഇട്ടുകൊണ്ടാണ് എന്ന് അതിൽ തന്നെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ അതിൽ തന്നെ ഒരുപാട് പേര് മറ്റഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ രൗദ്രം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് രൗദ്രത്തിൻ്റെ ആ ഇതിൽ തന്നെയാണ് വേണ്ടത്, അല്ലാതെ മോഹിനിയാട്ടത്തിൽ രൗദ്രം അവതരിപ്പിക്കുന്നു എന്ന രീതിയിൽ അത് അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ടീച്ചറുടെ ഒരു അഭിപ്രായം? നമ്മൾ ശൃംഗാരം ചെയ്യുന്നു. ശൃംഗാരം കാമുകന്മാർ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ആയിട്ടുള്ള ഒരു ബന്ധം മാത്രമല്ല ശൃംഗാരത്തിൽ വരുന്നത്. ഒരു ഫ്രണ്ട്സ് തമ്മിൽ അല്ലെങ്കിൽ ഒരു പൂ കാണുമ്പോൾ ഉള്ളത്, ഒരു കുഞ്ഞിനോടുള്ളത്, ഇതെല്ലാം ശൃംഗാരത്തിൻ്റെ വകഭേദങ്ങൾ. ഭക്തി ആണെന്ന രീതിയിലും അതൊക്കെ അതെ. അതൊക്കെ ഓരോ ശൃംഗാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ രതി രൂപമായിട്ടുള്ള ആ ശൃംഗാരം അല്ലാതെ ശൃംഗാരത്തിൻ്റെ കുറേ വകഭേദങ്ങളുണ്ട്. ഇതൊക്കെ ഇതിൽ വരും. അതുപോലെ തന്നെ രൗദ്രം വരുവാണെങ്കിലും ചെറിയ കുഞ്ഞിനോട് നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു അതെ വാത്സല്യം കലർന്നിട്ടുള്ള ഒരു ദേഷ്യഭാവമാണത്. ആ രൂപം ആ ഒരു രൗദ്രം ആവില്ല നമ്മളൊരു എന്താ പറയുക ഒരു രൗദ്രഭീമൻ്റെയോ അല്ലെങ്കിൽ അങ്ങനോട് അങ്ങനെയൊക്കെ കാണിക്കുന്ന ആ ഒരു രൗദ്രം വേറെയാണ്. അങ്ങനെ ഓരോ ഭാവത്തിനും പലവിധ ഭാവങ്ങൾ കലർന്നു വരുന്നുണ്ട്. പിന്നെ മോഹിനിയാട്ടത്തിൽ ആദ്യമൊക്കെ ഭക്തിയും ശൃംഗാരവും മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഈ വിരഹം അല്ലെങ്കിൽ ഭക്തി ഇതൊക്കെ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ആ ഒരു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തായിരിക്കാം വേണമെങ്കിൽ ഈ മോഹിനിയാട്ടം ഒരു വിരസത തോന്നിയിരുന്നത്. ഇന്നിപ്പോൾ അതല്ല, എല്ലാ രസങ്ങളും മോഹിനിയാട്ടത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശാലീനതയ്ക്ക് ആ ലാസ്യഭംഗിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നമുക്ക് എല്ലാ ഭാവങ്ങളും അതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 2000 നടന്ന ഒരു ശില്പശാലയിൽ ടീച്ചറുടെ ഭാഗത്തു നിന്ന് തന്നെ അതിന് വലിയൊരു ശ്രമം അടവുകളുടെ ഭാഗത്തിലേക്ക് ഒരു കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ കലയെ എത്രത്തോളം പരിപോഷിപ്പിച്ചിട്ടുണ്ട്? ഈ കലയ്ക്ക് വളരെ ഒരു ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കാരണം അടവുകൾക്കൊക്കെ വളരെ ക്ഷാമമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചൊൽക്കെട്ടാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. ആ ചൊൽക്കെട്ടിൽ എത്ര കണ്ട് അടവുണ്ടോ ആ അടവ് ആദ്യം പഠിപ്പിക്കും. എന്നിട്ടാണ് ഒരു ചൊൽക്കെട്ട് പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഈ മോഹിനിയാട്ടം കലാമണ്ഡലത്തിൽ പാഠ്യവിഷയം ആക്കിയതിന് ശേഷമാണ് സത്യഭാമ ടീച്ചർ അടവുകൾ വേർതിരിച്ച് അടവുകളും പിന്നെ ഐറ്റംസ് അതിനൊരു കച്ചേരി സമ്പ്രദായം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അടവുകൾക്കൊക്കെ വളരെ ദുർലഭമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് ഓരോ ചലനങ്ങളും അതിൽ നിന്ന് ഒരു വേറെ രൂപപ്പെടുത്തി എന്നല്ല പറയുന്നത്, അടിസ്ഥാനത്തിൽ നിന്ന് നമ്മളൊരു വീട് കെട്ടുന്ന പോലെ തന്നെ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ നിന്ന് പല ശാഖകളായിട്ട് നമ്മൾ അടവുകളെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അഭിനയത്തിന് കൂടുതൽ വിപുലീകരണം കൊടുത്തു.
വസ്ത്രധാരണത്തിനാണെങ്കിലും കുറേയൊക്കെ വ്യത്യാസം വന്നു. കുറേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ കോടി കളർ തന്നെ അതിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അണിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ധാവണി ആയാലും ചെറിയ ഫാനായാലും മുടിക്കെട്ടായാലും എല്ലാം ഒരു കേരളീയ മങ്കയ്ക്ക് ചേർന്ന വിധത്തിലുള്ള അതിലും ഒരുപാട് നമ്മൾ അതിന്റെ വെറൈറ്റീസ് കാണുന്നത് ഈ യുവജനോത്സവ വേദിയിലാണ്. കുട്ടികൾ അണിഞ്ഞൊരുങ്ങുന്ന രീതി ഒക്കെ വളരെ വ്യത്യാസമാണ്. പിന്നെ അതിൽ തന്നെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായ ശേഷമാണ് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് അതിൽ കൃത്യമായ ഒരു ക്രമീകരണം, ഇന്ന രീതിയിലേ പാടുള്ളൂ, മേക്കപ്പ് ഒരു കുട്ടിയുടെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള മേക്കപ്പ് ഉണ്ട് ഇപ്പോൾ. അതൊക്കെ കുറേ വ്യത്യാസം വന്നു. കാരണം കുറത്തുകൾ വേഷം കെട്ടുന്ന പോലെ ഇവിടെ കറുപ്പ് വരച്ച് ഒരു 100 കുറി വരച്ച് ഒരു ചരടൊക്കെ കെട്ടി അങ്ങനെയൊക്കെ എന്തൊക്കെയോ വേഷം കെട്ടിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അതിന്. എന്തായാലും ഒരുപാട് വേദികൾ എണ്ണാൻ പറയുന്നത് ഒരു വലിയ തെറ്റാണ്. കാരണം അത്രയധികം വേദികൾ ഇതിനോടകം തന്നെ ഇന്ത്യക്കകത്തും പുറത്തും നടത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് ഉണ്ടാവുമല്ലേ, നമുക്ക് വളരെ മനസ്സിനോട് അടുപ്പമുള്ള ഒരു ഐറ്റം അത് വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതായി മാറുക എന്നുള്ളൊരു ഐറ്റം ഉണ്ടാവും, എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവും. ടീച്ചർക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു പദം ഏതാണ്? എനിക്ക് അങ്ങനെ മനസ്സിനിണങ്ങിയിട്ടുള്ള ധാരാളമുണ്ട്. കച്ചേരി സമ്പ്രദായത്തിൽ പറയുകയാണെങ്കിൽ സ്വാതിനാളിൻ്റെ തന്നെ സുമസായക, കാപ്പിരാഗത്തിലുള്ള സുമസായക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. അത് ആ പാട്ട് എവിടെ കേട്ടാലും എനിക്ക് അവിടെ എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ കളിക്കാനേ എനിക്ക് തോന്നുന്നു. ഈ പ്രായമൊക്കെ മറന്നിട്ട് ഏത് വേദിയിൽ എവിടെ ഇരിക്കുകയാണെങ്കിലും അത് മനസ്സുകൊണ്ട് നമ്മളത് ആ ഐറ്റം ചെയ്തു പോകും. അത്ര നന്നായിട്ട്, അത്ര നല്ലൊരു പാട്ടും കൂടിയാണ്. ഡാൻസിന് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിന് പാട്ട് വളരെ പ്രധാനമാണ്. പാട്ട് എന്നല്ല, പക്കമേളം മുഴുവനും. ഒരു നർത്തകിക്ക് എത്ര നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നു അതിൻ്റെ പിന്നിലൊരു നല്ല പക്കമേളം ഉണ്ടാവും. ആ പക്കമേളത്തിന് ഉള്ള ഒരു ഇതില്ല എന്നൊരു നമുക്ക് നമ്മുടെ മനസ്സ് നിറഞ്ഞ് ആ സ്റ്റേജിൽ മറന്ന് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവരുടെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാവണം. എന്തായാലും ഈ കലാരൂപത്തെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സമയമാണ്, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിച്ച് തീരാവുന്നതല്ല. എന്തായാലും ഈ അവസരത്തിൽ വന്നതിനും ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് വേദികളിൽ ധന്യമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ. ഇനിയും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ മേഖലയ്ക്ക് നൽകാനും കഴിയട്ടെ. വളരെ നന്ദി ഈ സമയത്ത് അതിഥിയായി എത്തിയതിന്. എനിക്ക് വളരെ നന്ദിയുണ്ട് ഇന്ത്യ വിഷനോടും ധന്യോടും. വീണ്ടും ഒരു ഇടവേളയാണ്, ശേഷം വാർത്തകളിലേക്ക്.